കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് പഠിച്ചതെന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ഇവിടെ The sum of first n odd number is n square. ആദ്യത്തെ n odd നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. n സ്ക്വയർ. അപ്പോൾ the sum of ഫസ്റ്റ് 5 odd നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് n സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുലയ്ക്കകത്ത് എന്നിൻ്റെ പ്ലേസിൽ 5 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ 5 സ്ക്വയർ. അപ്പോൾ 25. ആദ്യത്തെ 5 ഓഡ് നമ്പറിൻ്റെ സം കണ്ടുപിടിക്കാൻ നമുക്ക് n സ്ക്വയർ എന്ന ഫോർമുല ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു n സ്ക്വയർ. അടുത്ത് നമ്മൾ എന്ത് ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ പഠിച്ചു. എന്ത് ഓഡ് നമ്പർ ഓർക്കുന്നുണ്ടോ കൂട്ടുകാർ? എന്ത് ഓഡ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2n-1. അതായത് എന്നിൻ്റെ പ്ലേസിൽ നമ്മൾ വാല്യൂ കൊടുക്കണം. അപ്പോൾ 7th ഓഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ, 7ാമത്തെ ഓഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഈ 2n-1 എന്ന ഫോർമുലയ്ക്കകത്ത് എന്നിൻ്റെ പ്ലേസിൽ 7 കൊടുക്കണം. അപ്പോൾ 2 × 7-1. അപ്പോൾ 2 × 7 14 -1 13 എന്ന് കിട്ടും. അപ്പോൾ 7th ഓഡ് നമ്പർ ഏതാണ്? 13. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ 2 കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് മുതലാണ്. കൺസിഡർ a number such as 38 that is not a square and subtract consecutive odd numbers starting from 1. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ അതിൽ നിന്നും കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി 0 കിട്ടുവാണെങ്കിൽ ആ തന്നിട്ടുള്ള നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കി. ഇതാ ഇവിടെ 38 എന്ന് പറയുന്ന നമ്പർ തന്നിട്ടുണ്ട്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഈ ഓഡ് നമ്പേഴ്സ് അടുത്തടുത്തുള്ള ആദ്യത്തെ ഓഡ് നമ്പേഴ്സ് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 38ൽ നിന്ന് ഫസ്റ്റ് ഓഡ് നമ്പർ 1 കുറച്ചപ്പോൾ 37 കിട്ടി. 37ൽ നിന്ന് 3 കുറച്ചപ്പോൾ 34. ഇത് കൂട്ടുകാർ ശ്രദ്ധിക്കണം. 1 3 5 7 9 11. കണ്ടോ? ഓഡ് നമ്പേഴ്സ് ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. 13. ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. പക്ഷെ ഇവിടെ എത്രയാണ് കിട്ടിയത്? സബ്ട്രാക്ട് ചെയ്തപ്പോൾ -11 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ 0 വന്നാൽ മാത്രമേ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവത്തുള്ളൂ. അപ്പോൾ ഇതെന്തല്ല? ഇസ് നോട്ട് എ സ്ക്വയർ. അപ്പോൾ എന്ത് പറയാം? ഇതൊരു നമ്പറിൻ്റെ സ്ക്വയർ. 38 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഓക്കെ. അതുപോലെ തന്നെ ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, ഈ എഴുതിയ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം? ഈ 38 എന്ന് പറയുന്ന നമ്പർ കിട്ടണം. show that 38 cannot be expressed as a sum of consecutive odd numbers starting with 1. അതായത് നമ്മൾ ഓഡ് നമ്പേഴ്സ് 1 + 3 + 5 + 7 എന്ന് എഴുതി ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യില്ല? 38 എന്ന് പറയുന്ന നമ്പർ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ 38 ഈസ് നോട്ട് എ perfect square എന്ന് പറയാം. ഓക്കെ. Thus we can say that natural number is not a perfect square if it cannot be expressed as a sum of successive odd natural numbers starting from 1 മുതലുള്ള ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് കിട്ടും. അതായത് പെർഫെക്റ്റ് സ്ക്വയർ 7ൻ്റെ സ്ക്വയർ ആണ് എന്താ? 49 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 3 5 7 എന്ന് പറയുന്ന ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 49 എന്ന് കിട്ടും. അങ്ങനെ കിട്ടിയാൽ മാത്രമേ അതെന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ദെൻ find how many numbers lies between two consecutive perfect square. Do you notice a pattern? അതായത് സ്ക്വയർ നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അതായത് 1ൻ്റെ സ്ക്വയറും 2ൻ്റെ സ്ക്വയറും കൊടുക്കാം. 1ൻ്റെ സ്ക്വയർ മുതൽ 2ൻ്റെ സ്ക്വയർ വരെ. 1ൻ്റെ സ്ക്വയർ 1 ആണ്. ദെൻ 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 1നും 4നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 and 3. 2 നമ്പേഴ്സേ ഉള്ളൂ. ഓക്കെ. ദെൻ അടുത്ത 2 സ്ക്വയർ 2 3 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ദെൻ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും 4ൻ്റെയും 9ൻ്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 6 7 8. 4 നമ്പേഴ്സ്. ഓക്കെ. ദെൻ 3 സ്ക്വയർ 2 4 സ്ക്വയർ. 3 സ്ക്വയറിനും 4 സ്ക്വയറിനും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 സ്ക്വയർ 9 ആണ്. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 9നും 16നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 നമ്പേഴ്സ് ഉണ്ടെന്ന് പറയാം. അല്ലേ? സോറി, 6 നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ കണ്ടോ? 2 4 6. നമുക്ക് ഈവൻ നമ്പേഴ്സാണ് ആൻസർ കിട്ടിയത്. ഇവിടെ 2 കിട്ടി, ഇവിടെ 4 കിട്ടി, ഇവിടെ 6 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ കോമൺ ആയിട്ട്
2n എന്ന് പറയുന്ന ഫോർമുല കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതായത് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ ഇടയിൽ വരുന്ന എത്ര നമ്പേഴ്സ് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് 2n എന്ന് പറയുന്ന ഫോർമുലയ്ക്കകത്ത് ഇട്ട് കൊടുത്താൽ ചെയ്യാം. അതായത് ഇപ്പോൾ 7 സ്ക്വയർ ടു 8 സ്ക്വയർ, അതായത് 7 സ്ക്വയറിനും 8 സ്ക്വയറിനും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കേട്ടാൽ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49, 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 2n എന്ന് പറയുന്ന ഫോർമുലയിൽ ഈ ആദ്യത്തെ നമ്പർ 7ഉം 8ഉം ആണല്ലോ, അതിൽ ആദ്യത്തെ നമ്പർ 7, എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, 7 കൊടുക്കണം. 2 × 7 14 എന്ന് കിട്ടും. അപ്പോൾ 49ഉം 64നും ഇടയ്ക്ക് 14 നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ 9 സ്ക്വയറിനും 10 സ്ക്വയറിനും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 9 സ്ക്വയർ എന്ന് പറഞ്ഞത് 81 ആണ്. 10 സ്ക്വയർ 100. അപ്പോൾ 81നും 100നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? അപ്പോൾ ഈ 2n എന്ന് പറയുന്ന ഫോർമുലയ്ക്കകത്ത് 2 അതുപോലെ ഇട്ടു, എന്നിന് പകരം ആദ്യത്തെ നമ്പർ വേണം കൊടുക്കാൻ, 9 എന്ന് പറയുന്ന ആദ്യത്തെ നമ്പർ. അപ്പോൾ 2 × 9 18 എന്ന് കിട്ടും. അപ്പോൾ 81നും 100നും ഇടയിൽ 18 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ? Then അതുപോലെ ഹൗ മെനി സ്ക്വയർ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 and 100? 1നും 100നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്ക് 1ന്റെ സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. അപ്പോൾ ഇവിടെ 1നും 100നും ഇടയിൽ 1 മുതൽ ഫ്രം 1 to 100 എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ 10 നമ്പേഴ്സ് ഉണ്ട്. എന്നാൽ ബിറ്റ്വീൻ 1 and 100 എന്ന് ചോദിച്ചാൽ ഈ 1നും 100നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 മുതൽ 100 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 നമ്പേഴ്സ് ഉണ്ട് എൻ്റെ ഇടയിൽ. ഓക്കെ, ദെൻ 100 and 1 to 200, 101 to 200 വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ട്. ഈ ടേബിൾ നോക്കിയിട്ടാണ് അവിടെ ആൻസർ ചെയ്യാനുള്ളത്. 1നും 100നും ഇടയിൽ 8 നമ്പേഴ്സ്. ദെൻ 100 മുതൽ 200 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4 നമ്പേഴ്സ്. ദെൻ 200 മുതൽ 300 വരെ 1, 2, 3 നമ്പേഴ്സ്. ദെൻ 300 to 400 ഇവിടെ 2 നമ്പേഴ്സേ ഉള്ളൂ. ഓക്കെ അല്ലേ? അതുപോലെ ഇത് നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ തന്നിട്ടുള്ള ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 101 to 200 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്ക് 4 നമ്പേഴ്സ് എന്ന് കിട്ടി അല്ലേ? 4. ദെൻ 201 to 300 വരെ 3 നമ്പേഴ്സ്. ദെൻ 301 to 400 2 നമ്പേഴ്സ്. 401 to 500 2 നമ്പർ. ദെൻ 501 to 600 വരെ നമുക്ക് 2 നമ്പേഴ്സ്. കൂട്ടുകാർ ടേബിൾ ചെക്ക് ചെയ്ത് വേണം എഴുതാൻ. 200, 601 to 700 2. ഇവിടെ എല്ലായിടത്തും 2 എന്നാണ് വരുന്നത്. ലാസ്റ്റ് 901 to 1000 അവിടെ എത്ര വരും? 1 എന്നാണ് വരുന്നത്. 900 മുതൽ 1000 വരെ 1 നമ്പറാണ് ഉള്ളത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് സ്ക്വയർ ലെസ് ദാൻ 1000? 1000നെക്കാളും ചെറുതായി വരുന്ന ലാർജസ്റ്റ് നമ്പർ ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ 31ന്റെ സ്ക്വയർ എത്രയാണ്? 31ന്റെ സ്ക്വയർ 961. 32ന്റെ സ്ക്വയർ എത്രയാണ്? 1024. അപ്പോൾ 1000നെക്കാളും ചെറുതായിട്ടുള്ള സ്ക്വയർ നമ്പർ ഏതാ? 961 ആണല്ലോ. 31ന്റെ സ്ക്വയർ ആയ 961 ആണ് 1000നെക്കാളും ചെറുതായ ഒരേ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് പറയാനുള്ളത് പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് പഠിച്ചു. ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അടുത്തടുത്തുള്ള നമ്പേഴ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം കിട്ടും. ഇതാ കണ്ടോ, ഇവിടെ 1, ഇവിടെ 3യുടെ പ്ലേസിൽ 1ഉം 2ഉം ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്ത് വരച്ചാൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് കിട്ടും, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇതാ കണ്ടോ, ഇത് ഞാൻ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരും. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 1, ഈ റോയിൽ 2, അടുത്ത് 3, അടുത്ത് വീണ്ടും 1, 2, 3, 4, വീണ്ടും അപ്പോൾ 10 കിട്ടി. ദെൻ 15 കിട്ടാൻ 1, 2, 3, 4, 5. അപ്പോൾ അടുത്ത ലെയറിൽ ഏത് വരും? 1, 2, 3, 4, 5, 6 വരെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ട്രയാങ്കുലർ നമ്പേഴ്സ് 21 എന്ന് കിട്ടും. അത് കൂട്ടുകാർ ഇവിടെ ഒരു ലെയർ കൂടെ കൊടുത്ത് 1, 2, 3, 4, 5, 6 ഒരു ലെയർ കൂടെ കൊടുത്ത് കൂട്ടുകാർ ഭംഗിയായിട്ട് നോട്ട്ബുക്കിനകത്ത് വരയ്ക്കണം കേട്ടോ. Then next question നോക്കാം. Can you see any relation between triangular numbers and square numbers? Extended pattern shown and draw the next term. അതായത് ഈ ട്രയാങ്കുലർ നമ്പേഴ്സും സ്ക്വയർ നമ്പേഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ട്രയാങ്കുലർ നമ്പേഴ്സ് 1ഉം 3ഉം ഞാൻ എടുത്തു. ഫസ്റ്റ്
നമ്പേഴ്സ് 1ഉം 3ഉം എടുത്ത് ആഡ് ചെയ്തു. 1 + 3 = 4. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ്. അതിന് നമുക്കൊരു സ്ക്വയർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ട്രയാങ്കുലർ നമ്പേഴ്സ് 3ഉം 6ഉം എടുത്തു. 3 + 6, 3ഉം 6ഉം ആഡ് ചെയ്തപ്പോൾ 9 എന്ന് കിട്ടി. അത് 3യുടെ സ്ക്വയർ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അടുത്തടുത്തുള്ള ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ ആണ് കിട്ടുന്നത്. അത് നമുക്ക് സ്ക്വയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത 6ഉം 10ഉം ആഡ് ചെയ്തപ്പോൾ 16 എന്ന് കിട്ടി. അതിനെ 6ഉം 10ഉം ആഡ് ചെയ്തു. 16 അത് 4ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ അടുത്ത എന്ത് വരും? 10ഉം 15ഉം ആഡ് ചെയ്യണം അല്ലേ? 10ഉം 15ഉം. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 10ഉം 15ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്. അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ ആദ്യം 10ന്റെ ബബിൾസ് ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കൊടുക്കും? 15ന്റെ കൊടുക്കണം. അത് കൂട്ടുകാർ സ്കെച്ച് പെന്നൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയിൽ വരയ്ക്കണം. ഓക്കെ, ഞാനിത് മൗസ് ഉപയോഗിച്ച് വരയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. കൂട്ടുകാർ നല്ല രീതിയിൽ നോട്ട്ബുക്കിനകത്ത് വരയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി ക്ലാസ്സസുമായി നമുക്ക് ഉടൻ തന്നെ കാണാവുന്നതാണ്. താങ്ക് യു.